വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. തിരക്കിലാണ് കേട്ടോ. നമ്മളൊരു ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് എന്റെ വീട്ടിലേക്ക് പോയത് കുറച്ച് നാളെ. നിങ്ങള് ആ ഒരു ബാഗ് പാക്കിംഗ് എന്നല്ല പറയുന്നത് വിചാരിക്കും ട്രിപ്പ് ഒന്നിന് പോവാങ്കില്ല വർഷക്ക് എനിക്ക് ഫുള്ള് തിരക്കല്ലേ. നമ്മള് കഴിഞ്ഞ ആഴ്ച പോവാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച പോകാൻ വേണ്ടി പറ്റിയില്ല. വർഷക്ക് വർക്ക് ഉണ്ടായത് ഇവിടെ അടുത്താണ്. ഇവിടെ ആ ഒരു ഏരിയയിൽ തളിപ്പറമ്പും രാമന്തളിയും 2 രാമന്തളിയും ഉണ്ടല്ല അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അവിടത്തേക്ക് നല്ല ദൂരമായിരിക്കും. അതിന് നല്ല ഇവിടെ തന്നെ പോകാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ അത് മാത്രമല്ല നെസുവിന്റെ ബർത്ത്ഡേ ആണ് 4-ാം തീയതി വരുന്നത്. റിട്ടേണും വരണം. പെങ്ങള് കൊറേ ദിവസമായി പറയുന്നുണ്ടായി. അത് എന്റെ കൂടെ വരുന്നത് താമസിക്കാനല്ലാതെ എന്റെ കൂടെ വെറുതെ ഞാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ വെറുതെ അതെന്താന്ന് വെച്ചാൽ എന്റെ പെങ്ങളെ മോനുണ്ടല്ലോ ഐസാന്, ഓനും അവളെ നെസ് ബേബി ഭയങ്കര എല്ലാവരും നല്ല തന്നെ. എന്നാലും അവരുണ്ടാകുമ്പോ ഒന്നിച്ചുണ്ടാകുമ്പോ കുട്ടിയോട് ഒന്നിച്ചുണ്ടാകുമ്പോ നല്ലതാ കളിക്കാനാ. അവർക്ക് ഒരാൾക്ക് എന്താ ശരിക്കും പറഞ്ഞ ഒരാൾ വേണം. അത് മാത്രല്ല ഐസ് ബേബിയും ഒറ്റക്കാണ്, നെസ് ബേബിയും ഒറ്റക്കാണല്ലേ. അതന്നെ, ഒരാളും കൂടി വേണം ഒന്നിച്ച് നോക്കുന്ന. പണ്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ ഡ്രസ്സാണ് മർസി പാക്ക് ചെയ്തെടുത്ത് ഭയങ്കര. ഞാൻ തന്നെ എന്റെ ഡ്രസ് പാക്ക് ചെയ്യും. നെസ്ബിനെ കുറച്ച് ഡ്രസ് എടുക്കണം കേട്ടോ. ഞാൻ കൊറേ ദിവസം ഇന്ന് പറയുന്നു. അല്ലേ നമുക്ക് നമ്മള് ഇൻഷാല്ലാ വലിയ അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആയിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. എന്താ നമ്മളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളിങ്ങനെ അടിപൊളിയാക്കി. സെക്കൻഡ് ബർത്ത്ഡേ നമുക്ക് ചെറിയ രീതിയിൽ വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും എന്താ നമ്മളെ ഫുഡും കാര്യമെല്ലാം ഇങ്ങനെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ കാറുള്ളവർക്ക് ഉപകാരപ്പെടുന്ന 3 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. നമ്മളെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് 3. അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ അഗാരോന്റെ ടയർ ഇൻഫ്ലേറ്റർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടയർ പഞ്ചറാകുക അല്ലെങ്കിൽ കാറ്റ് കുറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇത്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പവർ ബാങ്ക് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ വാക്വം ക്ലീനറാണ് കേട്ടോ. ഇതും അഗാരോന്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്, അത് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഈ വാക്വം ക്ലീനറിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് വരുന്ന ഒരു ആക്സസറീസ് ഇതൊക്കെയാണ്. ഒരു ബാഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സെർവിക് നോസൽ വരുന്നുണ്ട്, പിന്നെ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ്, പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ഈ ഒരു എക്സ്റ്റൻഷൻ സോഫ്റ്റ് ഹോസ് ആണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ അഗാരോന്റെ തന്നെ വാഷറാണ് കേട്ടോ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ വാഷറിന്റെ കൂടെ വരുന്ന ആക്സസറീസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഓൾറെഡി ഉള്ളത്. ഇത് ഫോം സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലാണ്, അതുപോലെ തന്നെ ഇത് ബക്കറ്റ് ഫിൽറ്റർ ആണ് കേട്ടോ. ഈ തന്നെ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഒരു റോഡാണ് കേട്ടോ ഇത്. 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ് ആണ് ഇതിൽ വരുന്നത്. 3 മീറ്റർ ഇന്റൽ പൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് കാർ മാത്രമല്ല കേട്ടോ, ബൈക്കും അതുപോലെ തന്നെ വീടും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്പീഡും കൺട്രോൾ ചെയ്യാം. നമ്മളെ കാർ അടിപൊളി ക്ലീൻ ആയിട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണ്ട 3 പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. 3 അഗാരോന്റെ ബെസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ വെക്കുന്നില്ല നീ? നിങ്ങളത് ആവശ്യമില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ പോകുമ്പോ എന്തിനാ നിങ്ങളെ ഡ്രസ്സ്? നിങ്ങളത് അവിടെ ഉണ്ടാവൂലേ? അല്ല, അവിടെ ഉള്ളതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങളതിനാ സ്പെഷ്യൽ ആയിട്ട് എടുത്തു വെച്ചിരാനാ? പിന്നെ പണ്ടല്ലാന്നെങ്കിൽ ഞാൻ തീർക്കാനതാന്ന് എടുത്തേക്കല്. ഇപ്പൊ എന്റെ കുഞ്ഞിന്ന് അറിയുന്നുണ്ട് അപ്പൊ ഇപ്പൊ നെസുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് എടുത്തേക്കല്. നെതിർക്കാക്ക് പരാതി ഷോപ്പിംഗ് ഷോപ്പിംഗും കാര്യമൊക്കെ ചെയ്യാനുണ്ട്. സുഡിയോയില് പോയി നോക്കിയാലോ നമുക്ക്? അവിടെ കുട്ടികളെന്നുണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പോ ഷെഫ്റ്റാസിന് പോയ സമയത്ത് അവിടുന്ന് നല്ല സാധനം ഉണ്ടെന്ന് അറിയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഒരിക്കൽ പോണം. പിന്നെ അത് മാത്രല്ല എന്താ നെസുവിന്റെ നമുക്ക് ബർത്ത്ഡേന്റെ ഡ്രസ്സ് എടുക്കാനുണ്ട് അല്ലേ? അല്ല, ഉള്ളിൽ ഇടുന്നതല്ല. നമ്മളെപ്പോ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് വ്ളോഗ് എടുക്കുന്നതിന് പറ്റി എടുക്കാതിരിക്കണം അല്ലേ?
ഈ മാസം വീഡിയോസ് കുറവാ. ഒന്നാമത് ഞാനും തിരക്കാന്ന് മർസിയും തിരക്കാം. അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മളെ ഷോപ്പില്ലേ, നമ്മളെ ജീവ പൊട്ടിക്ക് അതിന്റെ എന്താ പറയാ പുതുതായിട്ട് ഇന്ന് റിനോവേഷനും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കാം. അത് 1-ാം തീയതി ആയിരിക്കും അതിന്റെ ഉണ്ടാവാം, റീഓപ്പണിങ്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് എടുക്കണം. നമ്മളെ ഇസ്മായിലും നേരത്തെ വിളിച്ചിട്ട് പറയണേ, വന്നാ നമുക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറയണേ. എല്ലാം എടുത്ത് വെച്ചാ ബോബി? പോവാ. എവിടെ പോന്നു? എവിടാ? ബാപ്പാന്റെ വീട്ടില്. മോളെന്തിനാ കരഞ്ഞിന്? ഇതെല്ലാം എന്താ എടുത്ത് വെച്ചിനിത്? ഇതെല്ലാം എടുത്തിൽ വെച്ചേ. വെക്ക്. ആ ചാർജറിൽ എടുത്തേക്ക്. മെസ്സേജ് എടുത്തേക്കുതാ. ഇതിലെടുത്തേക്ക്. ആര് ഉമ്മാമയാ? ഉമ്മാമ എന്താക്കിയ? ഫോൺ വാങ്ങിയാ? ഫോട്ടോ എടുക്കാൻ മുട്ടിച്ചില്ല. സാരല്ല കേട്ടാ, നമുക്ക് ഫോട്ടോ എടുക്കട്ടാ. പോവാ. പാപ്പാന്റെ വീട്ടിൽ ഐസ് ബേബി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ഐസ് ബേബി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു പൊക്കയാ വീട്ടിൽ പോയിട്ട് വരുന്നു. നല്ല വെയിലുണ്ട്. ഉള്ളിക്കയറി എന്നിട്ട് പറ ബാബിനോട്. ഉള്ളിക്കയറിയിട്ട് പറ. ബാബിക്ക് അസ്സലാമലൈക്കും പറയേ. ഇനി നിങ്ങക്ക് ഒച്ചപ്പാടുണ്ടാവില്ല. ബൈ ബൈ. നമ്പരുന്നേ ഉമ്മ. ഉമ്മീന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ കാണാൻ ഒളിച്ചിക്ക്. എന്താ നദീർക്കായില്ലേ? ഷോക്സാ? എന്നാ പേ നോക്ക്. നിങ്ങ എന്നോട് പറഞ്ഞിട്ട്. ആ വാ നെസു വാ. അവിടെ ഉണ്ടല്ലോ. കിട്ടിയിട്ടില്ലേ? കിട്ടിയ? വാ വാ വാ. വണ്ടിയാ? ആ ഉമ്മി വണ്ടി എടുക്കൂന്ന് ഞാൻ പറയലുണ്ട് ഇവരോട്. ഞാൻ എടുക്കണം ജയിക്കലുണ്ട്. പോവാ. ചാറ്റ പറ. എല്ലാവരും ചാറ്റ പറ. മമ്മാണ്ട് എല്ലാവരും. ബാബിനോടും പറയും. ബൈ ബൈ. വാ ഉമ്മി വണ്ടി എടുക്കല്ലേ? ഉമ്മി വണ്ടി എടുക്കട്ടെ? ആ ഓക്കെ. അവളെ റെഡിയാണ്. ബാപ്പ തരൂല ഉമ്മക്ക്. ഇല്ല കൊടുക്കൂല. ഉമ്മക്ക് തരൂല. ബാപ്പാക്ക് ധൈര്യമില്ല. ഉമ്മി ഓടിക്കല്ലേ? ഉമ്മി ഓടിക്ക. വേണ്ടെന്ന് പറ. വേണ്ട, അവിടെ എത്തണ്ടേന്ന് പറ. ആ അതെ, അവിടെ എത്തണ്ടേ നമുക്ക്. പോക്കറ്റ് ഷവർമ മതി. പോക്കറ്റ് ഷവർമ. മുട്ട പോണ്ട വേണ്ട. ഇല്ല. ഇത് പോക്കറ്റ് ഷവർമ. ഇത് പോക്കറ്റ് ഷവർമ. കല്ലുംകൈ സാൻഡ്വിച്ച്. ബ്രെഡ് സാൻഡ്വിച്ച്. നെയ്സൂന് കൊടുക്കാണ്. നെയ്സൂന്. ഇത് നെയ്സൂന്. അപ്പം നെയ്സൂന് ചെയ്ത് മുളക്. ഇത് കഴിച്ചോ? മോള് കഴിച്ചോ? അതാടാ JCB കണ്ടിട്ട് JCB എന്ന് പറയാ. പോരുന്നുണ്ടോ JCB? പോരാ.
അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നലെ രാത്രി ഒരു മാരിവാക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ പിന്നെ വേഗം എന്താ നിസ്കാരൊക്കെ കഴിഞ്ഞ് എന്റെ പെങ്ങളുടെ മോന് എന്റെ പടിയിരുന്നതിന് കുശുമായി. അത് പിന്നെ എല്ലാരിക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഇരിക്കുന്നു. പിന്നെന്താ നമ്മള് ഇവിടെ പാമ്പർത്തി പള്ളിയിൽ ഉറൂസാവാനാണ് നമ്മള് വരുന്നേക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നട്ടാ. കാരണം വെച്ചാൽ നമ്മള് ലൈറ്റ് ആയിട്ടുണ്ടായിന്. അപ്പൊ പിന്നെ ഇപ്പൊ ചായ കുടിക്കാനോ നിന്നില്ല. പിന്നെ അത് മാത്രല്ല എനിക്ക് പൊതുവെ തട്ടുകടയും ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. ധാരാളം കൊണ്ടുണ്ടി വാച്ച കുട്ടികളോ. പിന്നെ നമ്മള് പാമ്പർത്തി പള്ളിയിൽ ഉറൂസാണ് നമുക്ക് അവിടെ പോണം. പിന്നെ വേറെ വിശേഷം എന്താ വെച്ചാല് മക്കളെ പിന്നെന്താ വെച്ചാല് നമ്മളെ ഇസ്മാന്റെ ഷോപ്പ് ഇതന്നെ ഒരാറ്റാതും വിളിച്ചിട്ട് വരും. അതുപോലെ ഇവിടെ ബാപ്പാതും വിളിച്ചിട്ട് വരും. എന്നെ കൊണ്ട് നിക്കാൻ നടക്കന്നെ. പിന്നെ നമ്മളെ ഇസ്മായിലെ ഷോപ്പിന്റെ ഷോപ്പിന്റെ റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അത് പുതിയതാക്കിയിട്ടുണ്ട്, സംഭവം കളറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മള് 1-ാം തീയതി എടുക്കുന്നതായിരിക്കും. അപ്പൊ 1-ാം തീയതി നമ്മള് മിക്കവാറും അവിടെ ഉണ്ടാവും, ആ ഷോപ്പിൽ ഉണ്ടാവും അല്ലേ. അവിടെ വരുന്നവർക്കെല്ലാം നമുക്ക് വേഗം വൈകിട്ട് ചെയ്യാം, എല്ലാരും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈകിട്ട് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് ഇനി 1-ാം തീയതി ആ ഒരു എന്താ പറയാ ഷോപ്പിൽ പോയിട്ട് എടുത്തിട്ട് വരാം. നമുക്ക് ബലൂൺ ബൈ പറഞ്ഞേ. ഒരാളും ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടാ. അതുവരേക്കും ബൈ.